മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയം പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളായ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം അബ്ബാസ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഗുൽ റഹ്മാൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി AK അഷ്റഫ്, ഞങ്ങളിവിടെ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പ്രദേശവും ഒരുപാട് മേഖലകളിൽ വ്യത്യസ്തത പുലർത്തുന്ന ഈ തുറനാടൻ നെഞ്ചകമായ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണ് കഴിഞ്ഞ 3-ാം തീയതി, പുതുവർഷം വരുന്ന 3-ാം തീയതി കേരളത്തിലെ മതേതരത്വത്തിൻ്റെ മട്ടിപ്പാറയായ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു കോലാഹലം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹർത്താൽ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. ആ ഹർത്താലിന് BJPയും സംഘപരിവാർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. 3-ാം തീയതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒട്ടുമിക്ക മേഖലകളിൽ ഇന്നലകളിൽ മലയാളക്കരയിൽ നടന്ന ഹർത്താലുകൾക്ക് തുല്യമായ ഹർത്താൽ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഹർത്താൽ കടന്നുപോയത് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി പ്രദേശത്ത് നമ്മൾ ഭയക്കുന്നത് പോലെ സംഘപരിവാർ RSSന്റെയും BJPയുടെയും സംഘപരിവാർ കൂടാതെ രാവിലെ മുതൽ വല്ലാത്ത ഒരു അക്രമത്തിനാണ് നേതൃത്വം കൊടുത്തത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വസ്തുത, ഒരു വർഗീയ കലാപത്തിന് വേണ്ടി കാസർഗോഡിന്റെ മണ്ണിൽ ശ്രമിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കൊക്കെ അറിയാം. കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഏകപക്ഷീയമായി ഒരു സമുദായത്തിലെ ചെറുപ്പക്കാരെ കൊല്ലുന്ന അവസാനം ചൂരിയിലെ പള്ളിയിൽ കയറി ഒരു മുസ്ലിയാരെ വെട്ടിക്കൊന്ന സംഭവം പോലും കാസർഗോഡ് ജില്ലയും കേരളവും അപലപിച്ച സംഭവമാണ്. ആ സമയത്ത് പോലും വർഗീയ കലാപത്തെ ചെറുത്തു തോൽപ്പിച്ച് സമാധാനവും ശാന്തതയും നിലനിർത്തിയ ഒരു കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കാസർഗോഡ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വ്യാപകമായ അക്രമങ്ങളും വധശ്രമങ്ങളും ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 3-ാം തീയതി ഹർത്താൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും മണ്ഡലം ഏത് സമയവും ഒരു കലാപത്തിലേക്ക് പോകാനുള്ള ഒരു ഭീതിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ IPSകാരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിങ്ങും 9 മണിക്ക് ഹോട്ടലിൽ കടകൾ നടപ്പിക്കുന്ന 9 മണിക്ക് ശേഷം ഭീതിയുടെ പ്രതീതിയാണ് നമ്മുടെ മണ്ഡലത്തിന്റെ ഒട്ടുമിക്ക നഗരങ്ങളിൽ കാണുന്നത്. ഹർത്താലിന്റെ ഭാഗമായി നിങ്ങൾക്കറിയാം, ബായാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, അത് അതിർത്തിയാണ്, തൊട്ടടുത്തുള്ളത് കന്യാലയാണ്. 8 പൊട്ടും തിരിയാത്ത ആ പ്രദേശത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരു പള്ളിയിലെ ഒരു മുസ്ലിയാരെ അതിക്രൂരമായി തലക്കടിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തുന്നു. തലക്കടിച്ച് അദ്ദേഹം അരമണിക്കൂറോളം ബായാർ മക്കാം പരിസരത്ത് പള്ളിയുടെ മുമ്പിൽ ആ പള്ളി ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹം ഈ അടിയേറ്റ് ചോരമാർന്ന് കിടക്കുന്നു. ആരും അത് കണ്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പോഴും കരീം മുസ്ലിയാർ എന്ന് പറയുന്ന മദ്രസ അധ്യാപകനായ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബവും മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ മരണം തരണം ചെയ്യുവാനും ജീവൻ തിരിച്ചു കിട്ടാനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ സംഭവം സംഘപരിവാർ പലപ്പോഴും അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തെ സംഘപരിവാറിന്റെ ഗുണ്ടകളെ ഏത് കേരളത്തിൽ സംഭവം വരുമ്പോഴും അവർ കേരളത്തിലേക്ക് ഇറക്കും. പോലീസ് 7ഓളം പ്രതികളെ പിടികൂടി. അദ്ദേഹത്തിന്റെ തലക്കടിച്ച ആളെ പോലും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, യഥാർത്ഥ പ്രതികൾക്ക് ഇപ്പോഴും വലയിലായിട്ടില്ല. അതിൽ 40ഓളം ആളുകൾ സംഘം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാണ്. തീർച്ചയായും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തുടക്കം കുറിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഇന്നലെയും ചേർന്ന ജില്ലാ കമ്മിറ്റിയുടെ
ആരംഭിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ 7 ആളുകളെ പിടികൂടി എന്നല്ലാതെ യഥാർത്ഥ പ്രതികൾ പോലീസിന്റെ വലയിലായിട്ടില്ല എന്നുള്ളതാണ് ബായാർ സംഭവത്തിലെ യാഥാർത്ഥ്യം. അതുകൂടാതെ നമുക്കറിയാം 3-ാം തീയതി രാവിലെ മുതൽ നമ്മുടെ തൊട്ടടുത്ത മംഗലപാടി പഞ്ചായത്തിലെ ബന്ദിയോട് വെച്ച് രാവിലെ തന്നെ ഹർത്താലിന്റെ പേരിൽ സംഘപരിവാർ തെരുവിലിറങ്ങി. മാധ്യമപ്രവർത്തകരായ നിങ്ങളൊക്കെ കണ്ടിരിക്കാം, ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പോലീസിന്റെ കൺമുമ്പിൽ ആയുധങ്ങളുമായി മുഖം മറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന, ആക്രമിക്കുന്ന, ന്യൂനപക്ഷ സമുദായത്തിന്റെ ബോർഡുകൾ നോക്കി തകർക്കുന്ന, ഇവിടത്തെ ഭരണകക്ഷിയായ CPM-കാരന്റെ ഓഫീസ് പോലും പോലീസിന്റെ കൺമുമ്പിൽ തകർക്കുന്ന ഒരു വാട്സാപ്പ് പോസ്റ്റൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം. ആ സംഭവത്തിൽ ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിച്ചത് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ കാര്യം, ബന്ദിയോട് കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഇന്നലകളിൽ ഞങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഈ മണ്ഡലത്തിലെ BJP-യുടെ യുവനേതാവായ വിജയ റൈ എന്ന് പറയുന്ന ഒരാളാണ് ബന്ദിയോട് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. പോലീസിന്റെ മുമ്പിൽ ഞങ്ങൾ അക്കാര്യം അന്വേഷിച്ചപ്പോ ഇന്നലകളിലും ഉപ്പളയിലടക്കമുള്ള പല സംഭവം നടന്നപ്പോൾ വിജയ റൈയുടെ നിശബ്ദമായി പിന്നിൽ നിന്ന് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പങ്കാളിത്തെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പ്രതിയാക്കിയിരുന്നില്ല. പോലീസ് പ്രതിയാക്കി എന്നത് സത്യമാണ്. ആ സംഭവം നടന്ന് 10 ദിവസവും ഇല്ലെങ്കിൽ ഇന്ന് 11 ദിവസം പിന്നിട്ട് ഇന്ന് വരെ ഈ വിജയ റൈ എന്ന് പറയുന്ന യുവമോർച്ചയുടെ ലീഡറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ പോലീസിന്റെ കൺമുമ്പിൽ വ്യാപകമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, സ്ഥിരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന BJP-യുടെ യുവജന ഘടകത്തിന്റെ ഈ ലീഡർ അതിനുശേഷമാണ് ടൗണിൽ വന്നു നിന്ന് വാട്സാപ്പിൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്, ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, പോലീസുകാരുടെ വളവിൽ അറസ്റ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തെ മുഴുവനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളി വൈറലാകുന്നു. ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന ഒരു കാര്യം, കേരള പോലീസിനും മഞ്ചേശ്വരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും മികച്ച കേസുകൾ ഒരു തനി പോലും അന്വേഷണത്തിന് അവർക്ക് വഴികാണാത്ത കേസുകൾ പോലും കണ്ടുപിടിച്ച മഞ്ചേശ്വരത്തെ പോലീസുകാർ എന്തുകൊണ്ട് വിജയ റൈ എന്ന് പറയുന്ന ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത BJP-യുടെ നേതാവ് കൺമുമ്പിൽ വിലസുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്? ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, BJP-യുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുവാൻ മനഃപൂർവ്വം പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. വിജയ റൈ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോലും പോലീസുകാർക്കറിയാം, അവരുടെ വാട്സാപ്പിലേക്ക് ആ കാര്യങ്ങൾ കണ്ടതാണ്. ആരും വിജയ റൈ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. നിർബന്ധമായി വിജയ റൈയെ പോലെയുള്ള ആളുകൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ മഞ്ചേശ്വരത്തെ കലാപത്തിന് ആദ്യം വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം, കേരളത്തിലെ മറ്റൊരു അതിർത്തിയായ തലപ്പാടി കുഞ്ചത്തൂർ മേഖലയിൽ വ്യാപകമായി കല്ലേറും അക്രമവും നടന്നു. പോലീസ് സ്വമോട്ട കേസെടുത്തു. കർണാടകയിലെ പലരും ഗുണ്ടകളും സംഘപരിവാറിന്റെ ആളുകൾ പ്രതികളാണ്. പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് പോലും ഒരു ചെറിയ മുശലയിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിന് തലക്ക് പരിക്കേറ്റ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവർക്ക് തിളക്കം കാട്ടി യാത്ര ചെയ്യുന്നത് കൊണ്ട് ആ കുഞ്ഞിന്നും ഗുരുതരാവസ്ഥയിൽ കിടക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ സംഘപരിവാറിന്റെ അക്രമത്തിൽ പരിക്കേറ്റ് 3ഓളം ഹിന്ദു സഹോദരങ്ങൾ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ ബന്ദിയുടെ സംഭവം, ബായാർ സംഭവം, തലപ്പാടിയിലെ കുഞ്ചത്തൂർ മേഖലയിലെ സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസ് കാണിക്കുന്ന മറ്റൊരു കാര്യം, ഹർത്താൽ പ്രഖ്യാപിച്ചത് ശബരിമലയുടെ പേരിലാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നത്, ശബരിമലയുടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായി ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിൽ ഈ UDF-ന്റെ 3 MLA-മാർ നിരാഹാര സമരം ഇരുന്നപ്പോ പാലക്കാട് തന്നെ ഞങ്ങളുടെ ഒരു MLA-യോട് പറഞ്ഞു, ശബരിമലയുടെ വിശ്വാസികളുടെ കൂടെ നിരാഹാരം ഇരിക്കണമെന്ന് പറയുകയും ഞങ്ങളുടെ ഒരു MLA-യാണ് നിരാഹാരം ഇരുന്നത്. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മൊയ്സായിടക്കമുള്ള നിയമസഭാ പാർട്ടി ലീഡേഴ്സ് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്. ശബരിമലയുടെ വിഷയമായി ഒരു ഹർത്താലിൽ ഞങ്ങൾക്ക് എതിർക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മറ്റുള്ള മേഖലകളിൽ അത് ഹർത്താലായി മാറുമ്പോൾ മഞ്ചേശ്വരത്ത് മാത്രം എന്തിന് നിങ്ങളുടെ ഒരു കഥയും തിരക്കഥയും കേന്ദ്രീകരിച്ച് ഒരു പക്ഷേ 89 നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ ഈ മണ്ഡലത്തിലെ വളരെ കൊണ്ടും കൊടുത്തും അമ്പലങ്ങളും പള്ളി കമ്മിറ്റികളും പരസ്പരം ഐക്യത്തിന്റെ കഥ പറഞ്ഞ ഒരു മണ്ണിലെ BJP-യും സംഘപരിവാറും RSS-ന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ ഒരു വർഗീയ കലാപം നടത്താനുള്ള സകല ശ്രമങ്ങളും ഹർത്താലിന്റെ മണ്ണിൽ നടത്തിയിട്ടുണ്ട്.
അതിനുള്ള ശ്രമങ്ങളാണ് കരീം മുസ്ലിയാരുടെ വധവും വ്യാപകമായി പള്ളി ആക്രമിക്കപ്പെട്ടതും മന്ദിയോട് വെച്ച് വളരെ വ്യവസായികളായ യൂസുഫിനായാലും കരീമിനായാലും മുജീബടക്കമുള്ള ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചതും തലക്കാടിയിൽ പേര് നോക്കി അടയാളം നോക്കി ആക്രമിച്ചതൊക്കെ ഒരു വലിയ സത്യമായി കലാപത്തിന്റെ ഒരു മണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പോലീസ് ചെയ്യുന്ന കാര്യം, സംഘപരിവാറിന്റെ സോമോട്ടോ കേസെടുക്കുന്ന സമയത്ത് തന്നെ ഒരു തൂക്കം ഒപ്പിക്കുന്ന പോലീസുകാർ വ്യാപകമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആളുകളെ പ്രതിചേർത്തിട്ടുണ്ട്. പന്തിയുടെ സംഭവത്തിൽ CIയുടെയും SIയുടെയും തൊട്ടടുത്ത് നിന്ന് അവരുടെ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച ഞങ്ങളുടെ പാർട്ടിക്കാരനായ നിരന്തരമായ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന ഉമർ അപ്പോ എന്ന് പറയുന്ന ഒരാളെ പ്രതിചേർത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരിക്കൽ പോലും കല്ലെറിയുവാൻ അക്രമത്തിന് നേതൃത്വം കൊടുക്കാത്ത ആളുകളെ പ്രതിയാക്കിയപ്പോൾ, അടുക്കയിൽ ആളുകളെ പ്രതിയാക്കിയപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, അത് രണ്ട് ഭാഗത്തിലെയും ആളുകളെ ഉൾക്കൊള്ളിക്കണ്ടേ, രണ്ടൊരു ബാലൻസ് ഉണ്ടാക്കണ്ടേ. ഇതെന്ത് ഒരു ന്യായമാണ്, നീതിയാണ്? അക്രമം കാണിച്ച ആളുകളെ പേരിൽ കേസെടുക്കുക, അവരെ തൃപ്തിപ്പെടുത്തുവാൻ അക്രമത്തിനിരയായ ആളുകളുടെ പേരിൽ കേസെടുക്കുന്നു എന്നുള്ള ഒരു വിപര്യാസം. നായിക്കാവിൽ വെച്ച് കാറും ബസ്സും ആക്രമിച്ച് പരാതി കൊടുത്ത പരാതിക്കാരായ 8 പേരുടെ പേരിൽ പോലീസ് കേസെടുത്തു. ഇത് നിരന്തരമായി ഇങ്ങനെ തുടരുകയാണ്. പോലീസിന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇവിടുത്തെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികളായ ഒട്ടുമിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിച്ച MLA വരെ നിരന്തരമായി ആ പദവി വഹിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധികളെന്നൊക്കെ പറയുന്നത് ഈ മണ്ഡലത്തിന്റെ സമാധാനം നശിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, കടമ്പാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമ്പാറിൽ ഒരു ക്ഷേത്രത്തിൽ 2 ആളുകൾ ആക്രമിക്കപ്പെട്ടു. ഈ പത്രസമ്മേളനത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ദിവസങ്ങളിലായി കുമ്പള പോലീസിൽ DYSP നന്ദകുമാറിന്റെ നന്ദനം പിള്ളയുടെ നേതൃത്വത്തിൽ DYSPയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാധാന കമ്മിറ്റി യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി ഞാനും പ്രിയപ്പെട്ട റഹ്മാൻ ഗുരുഡനും ഷുക്കൂറാജിയും BM മുസ്തഫ അടക്കമുള്ള ഞങ്ങൾ 4 പേര് പങ്കെടുത്തിരുന്നു. CPMന്റെ ഏരിയ സെക്രട്ടറിമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, CPIയുടെ നേതാക്കന്മാർ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, മത മേഖലയിലെ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ സമാധാന കമ്മിറ്റി യോഗം ചേരുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ആ യോഗത്തിൽ ഞങ്ങൾ വളരെ നന്നായി ഈ നാടിന്റെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഇരിക്കുന്ന നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വിജയുടെ കാര്യങ്ങൾ ഞങ്ങൾ പേരെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് DYSPയുടെ സാന്നിധ്യത്തിൽ സമാധാന കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഈ മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി പൊതുരംഗത്ത് വളർന്നു വന്ന എന്നെ പോലെയുള്ള ആളുകൾ, എന്റെ ഒക്കെ പൊതുമേഖലയിലെ മഞ്ചേശ്വരത്തിന്റെ നിലപാടുകളും എന്റെ ജീവിത ചര്യയൊക്കെ എല്ലാവർക്കും അറിയാം. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിൽ ABVPക്കെതിരെ 3 വർഷം ചെയർമാനും ജനറൽ സെക്രട്ടറി എഡിറ്ററായി പടവരുതി ഇന്ന് വരെ ഇരിക്കുന്നത് ലീഗിന്റെ മതേതര നിലപാട് പുറകെ പിടിച്ചുകൊണ്ട് RSSനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചത് പൊതുപ്രവർത്തകരാണ് ഞാനൊക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കടമ്പാറിലെ ക്ഷേത്രത്തിലേക്ക് പോയി ആക്രമിച്ച കാര്യം മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അവിടെ പള്ളിയും അമ്പലവും ഐക്യത്തിലാണ്. അവിടെ പള്ളിയിൽ ഇന്നാണ് ഉറൂസ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മതേതര ചടങ്ങിൽ വിഷ്ണുമൂർത്തി അമ്പലത്തിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന്. ഞങ്ങൾ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ പോലീസിനോട് പറയുന്നത്, കടമ്പാറിലെ ക്ഷേത്ര കോമ്പൗണ്ടിന് അകത്ത് കയറി ആക്രമിച്ചത്, അവരെ കൊല്ലാൻ ശ്രമിച്ചത് ഞങ്ങൾ പറയുന്നത് സംഘപരിവാരമാണ്. അതിന്റെ പിന്നിൽ സംഘപരിവാറാണ്. കാരണം കടമ്പാറ് പോലെയുള്ള ഒരു മേഖലയിൽ അവർക്ക് വേണ്ടത് അവിടെയുള്ള ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളെ നയിക്കാൻ തകർക്കാനെന്ന്. ഇന്ന് പോലും കടമ്പാറ് പള്ളിയിൽ ഉറൂസടക്കം 10:30 മണിക്ക് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അവിടുത്തെ വിഷ്ണുമൂർത്തി അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആ പള്ളിയിലേക്ക് ഉറൂസിന് സംഭാവന കൊടുക്കലും പ്രാർത്ഥിക്കാനത്തിനൊക്കെ ഒരു ചടങ്ങായി തുളുനാടൻ മേഖല കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സംഘപരിവാറിന്റെ കടമ്പാറ് മേഖലയിൽ ക്ഷേത്രത്തിൽ കയറി 2 ആളുകളെ വെട്ടിയതിന്റെ പേരിൽ അവരുടെ നിഗൂഢമായ ഉദ്ദേശം അവിടെ അവര് ഈ അക്രമം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ കൊടുത്ത ഈ അപപ്രചാരണം നിങ്ങളൊക്കെ കണ്ടിരിക്കാം. അതിന്റെ താഴെ പോലും തന്തയില്ലാത്ത ഒരാളാണ് അത് എഴുതിയത് എന്നുള്ളതിന്റെ തെളിവാണ്. താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് തന്നെ മഞ്ചേശ്വരത്തെ ഒരു ഓട്ടർ എന്ന് വെച്ചുകൊണ്ടാണ് എനിക്കെതിരെയുള്ള കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നത്. RSSന്റെ ആളുകളുടെ ചികിത്സാ ചെലവ് നോക്കാൻ ആഹ്വാനം ചെയ്തു മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞു എന്നുള്ള ഒരു ആരോപണമാണ് എനിക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കാര്യം പറയുന്നത്, ഇന്നലെ തന്നെ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇന്നലെ തന്നെ പോലീസ് ചീഫിന്റെ കയ്യിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സമാധാന കമ്മിറ്റി
യോഗത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ സത്യസന്ധമായ നാടിന്റെ സമാധാനത്തിന് പറഞ്ഞ വാക്കുകളെ അത് അടർത്തിയെടുത്ത് അതുണ്ടാക്കിയ കള്ളക്കഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ പോലും RSSനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന ലീഗ് നേതാക്കന്മാരായ ഞങ്ങളെയൊക്കെ തകർക്കാനുള്ള RSSന്റെ മേഖലയിൽ നിന്നുണ്ടായ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഒരു വാട്സപ്പ് ഹർത്താൽ വന്നു. കേരളം മുഴുവൻ നിശ്ചലമായി തന്തയില്ലാത്ത ഹർത്താലായിരുന്നു. ഞങ്ങളൊക്കെ പാലക്കാട് മുഖ്യമന്ത്രി മജിസ്ട്രായും തലേന്ന് പ്രഖ്യാപിച്ച് ഹർത്താലിൽ ആരും പങ്കാളിത്തമായി കരുതുന്നു. ഈ ഹർത്താലിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളായ മാതൃഭൂമിയിലും മലയാള മനോരമയിലും വാർത്ത വന്നത്. വാട്സപ്പ് ഹർത്താൽ വെട്ടിച്ചമച്ചത്, കഥയുണ്ടാക്കിയത്, തിരക്കഥയുണ്ടാക്കിയത് RSSന്റെ ആസ്ഥാനത്ത് നിന്ന് എന്നാണുള്ള വാർത്ത വന്നു. 4 ആളുകളെ പിടികൂടിയതിന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കറിയാം. ഞങ്ങളിവിടെ പറയുന്ന ഒരു കാര്യം, മഞ്ചേശ്വരം പോലെയുള്ള മേഖലകളിൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പറയുന്നത്, ഒരു കാരണവശാലും ഞങ്ങൾക്ക് എത്ര നഷ്ടങ്ങൾ സഹിച്ചാലും ഈ മണ്ഡലത്തിന്റെ മതേതൃത്വം തകർക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും അത് തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെന്ത് നഷ്ടങ്ങൾ സഹിക്കാൻ ഞങ്ങളുടെ പാർട്ടിയാണെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കാനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായ ഞങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ തേജോവധം ചെയ്യാം, ഞങ്ങളെ സോഷ്യൽ മീഡിയയിലിട്ട് ഞങ്ങളുടെ പാർട്ടിക്കൂടെ ചോദ്യം ചെയ്യാം, സമുദായത്തോട് ചോദ്യം ചെയ്യാം. ഇതൊക്കെ ഗുണം ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ RSSുമായി ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ കരിമുസ്ലിം എന്ന് പറയുന്ന ഒരു നിരപരാധിയായ മനുഷ്യൻ സംഘപരിവാറിന്റെ ആക്രമണമേറ്റ് യൂണിറ്റി ഹോസ്പിറ്റലിൽ വേദനിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെ സഹായിക്കുവാൻ കേസിന്റെ കാര്യത്തിൽ ആദ്യം കാസർഗോട്ടെ പോലീസ് ചീഫിനെ ആ സംഘത്തെ കൊണ്ടുപോയി കണ്ടത് കാസർഗോഡിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA എന്നെ നയിക്കുന്നതായിരുന്നു. ആ സ്ഥലവും മറ്റുള്ള എല്ലാ കലാപ്രദേശങ്ങളും സന്ദർശിച്ചത് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് C. കമൽ സാഹിബ് അടക്കമുള്ള സാഹിബ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മഞ്ചേശ്വരത്ത് സംഘപരിവാറിന്റെ കലാപശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം ലീഗ് നേതൃത്വം നടത്തുമ്പോൾ ലീഗിന്റെ ചില നേതാക്കന്മാരെ കരിവാരി തേച്ച് ഞങ്ങളെ RSSുമായി ബന്ധം സ്ഥാപിച്ച് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചന ചില ആളുകൾ നടത്തുന്നുണ്ട്. അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് കണ്ടുപിടിക്കും, സമൂഹം മധ്യ അവരെ കൊണ്ടുവരും. ഒരു കാര്യം അത് ഞങ്ങൾ പറയുന്നത്, സംഘപരിവാറിന്റെ ആളുകൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കൃത്യമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്, മഞ്ചേശ്വരത്ത് സമാധാനം നിലനിൽക്കണം. 9 മണിക്ക് റെസ്റ്റോറന്റുകളും ഷോപ്പുകളും വന്ന് പോലീസുകാർ അടക്കണമെന്ന് പറയുന്നു. ശബരിമലയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ കല്ലെറിഞ്ഞ് ആക്രമിക്കുന്നു. ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ മണ്ഡലത്തിൽ ഒരു മതേതര നിലപാടുണ്ട്. ഇതിന്റെ ഒക്കെ വ്യാപകമായ പോലീസ് ഒരു പ്രത്യേക ഏജൻസിയിൽ കൊണ്ട് മഞ്ചേശ്വരത്തിന്റെ ഈ കഴിഞ്ഞ 3-ാം തീയതിക്ക് ബന്ദിയോട് നടന്ന, ബാലാറ് നടന്ന, കുഞ്ചത്തൂർ തലപ്പാടിയിൽ നടന്ന മുഴുവൻ ഈ മണ്ഡലത്തിന്റെ അക്രമങ്ങളെ കുറിച്ച്, മൊത്തളയിൽ നടന്ന അക്രമങ്ങളെ കുറിച്ച് ഒരു പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച ഇത് മഞ്ചേശ്വരത്ത് ഒരു നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ട് സംഘപരിവാർ ആസൂത്രിതമായി ഒരു വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരിക്കും ഇത്. അതിന്റെ പിന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ മണ്ഡലത്തിലെ BJPയുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ട്, ഇവിടെ RSSകാർക്ക് പങ്കുണ്ട്. വിജയ് എന്ന് പറയുന്ന നേതാവ് പരസ്യമായി കാലാകാലങ്ങളായി ഇവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ ആ മനുഷ്യന് കിട്ടിയാൽ മാത്രമേ ഈ കലാപം ഇവിടെ കഥയും തിരക്കഥയും ഉണ്ടാക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താൻ കഴിയും. മുസ്ലിം ലീഗ് UDFുമായി ഞങ്ങൾ ചേർന്നുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേശ്വരത്തെ പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ മണ്ഡലത്തിൽ വർഗീയത ഒരിക്കലും വേരുറപ്പിക്കാത്ത രീതിയിൽ ഈ മണ്ണിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്. മുസ്ലിം ലീഗിലെ മഞ്ചേശ്വരം നിയോജകമണ്ഡലം കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുന്നാനായി യോഗത്തിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടി ആരംഭിക്കുകയാണ്. കാരണം ഈ RSSന്റെ അക്രമം, അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഒരു അക്രമം അന്ന് വരെ ഇല്ലാത്ത രീതിയാണ് കർണാടകയിൽ നിന്നുള്ള സംഘപരിവാർ ആൾക്കാരെ പുറത്തെ ഇവിടെ ആക്രമണം നടത്തുന്ന രീതി. ഇവിടെ 92 അയോധ്യ പ്രശ്നമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതോടുകൂടി ഇവിടെ പല പ്രദേശങ്ങളും സാമ്യ സമാധാനം ഉണ്ടാകുന്ന ഒരു പ്രദേശമായി ആയിരുന്നു മഞ്ചേശ്വരം. നിങ്ങൾക്കറിയാം, കാസർഗോഡ് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നപ്പോൾ പോലും നമ്മുടെ മണ്ഡലം സമാധാനപരമായിരുന്നു. അതേ പ്രോഗ്രാം ഭാഗത്ത് നിന്ന് ഇപ്പുറം കിടക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായി
അതൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ RSS, BJP പ്രവർത്തകന്മാർ ഇവിടെ മാത്രമല്ല ഈ അതിർത്തിയിലുള്ള ആൾക്കാരെ പോലീസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയൊരു കലാപമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി പോലീസ് കൈകാര്യം ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ മുസ്ലിം ലീഗിന് നോക്കി നിൽക്കാൻ ഇത് പറ്റില്ല എന്നാണ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. അതിനുവേണ്ടിയുള്ള കൊടുക്കുകയാണ്. മുസ്ലിം ലീഗ് 15-ാം തീയതി ബന്ദിയോട് വെച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിൽ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. 24-ാം തീയതി പിന്നാടി സാഹിബ് ബന്ദിയോട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ അടുത്ത ഫെബ്രുവരി മാസത്തിൽ ഈ 8 പഞ്ചായത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന്റെ ഭാഗമായി പദയാത്ര, ഗ്രാമയാത്ര മുസ്ലിം ലീഗ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് തകർക്കാനുള്ള ഏത് രീതിയും മുസ്ലിം ലീഗ് ശക്തമായി നിൽക്കുമെന്ന് മാത്രം. മാധ്യമ സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 3-ാം തീയതി ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി 7-ാം തീയതി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിൽ വളയും, അതുപോലെ കുമ്പള പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റ് വരുന്ന നമ്മുടെ CI ഓഫീസിലുമാണ് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ AK മഷൂർ സാഹിബ് 2 സർവകക്ഷി യോഗത്തിലും പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ മണ്ഡലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 2 സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ മുസ്ലിം ലീഗിന്റെ നിലപാടുകളും ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തവരെയും വളരെ വ്യക്തമായി ആ സർവകക്ഷി യോഗത്തിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് 2 സർവകക്ഷി യോഗങ്ങളും നടന്നിട്ടുള്ളത്. അവിടെ വളരെ വ്യക്തമായി പായാറിലെ സംഭവം, കടമ്പാറിലെ സംഭവങ്ങൾ, അതുപോലെ ബന്ദിയോടിൽ നടന്ന സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുകയും തക്കതായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ഉണ്ടായിരുന്നു. അതുപോലെ BJP, RSS ഒഴികെയുള്ള ബാക്കി സംഘടനകളും അതുപോലെ മതസ്ഥാപനയിലെ മേലാധികാരികളും ഒക്കെ പങ്കെടുത്ത ഒരു സർവകക്ഷി സമാധാന യോഗമാണ്. അവിടെ AK സാഹിബ് എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ട ഒരാളെന്ന നിലയിലും അവിടെ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടും ആ വിഷയങ്ങൾ ആ സർവകക്ഷി സമാധാന യോഗത്തിൽ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും കടമ്പാറ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അതേ വളരെ വ്യക്തമായി പോലീസ് അധികാരികളുടെ മുന്നിലും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ മുന്നിലും വിവരിക്കുകയും ചെയ്യുകയുണ്ടായി. അവിടെ നടന്ന അക്രമം, ആ അക്രമത്തിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ളവരെ കുറിച്ച് പറയുകയും അദ്ദേഹം ആ പ്രശ്നത്തെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്യുകയുണ്ടായ ഒരു സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തിയ ഒരു സർവകക്ഷി സമാധാന യോഗം, മുംബൈയിൽ നടന്ന സമാധാന യോഗത്തിന്റെ വിഷയങ്ങൾ അവിടെ വളച്ചൊടുക്കി സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഏതോ ഒരു കോണിൽ നിന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ഒരിക്കലും അത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗോ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. കാരണം പൊതുസമൂഹത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയുന്നതാണ്, ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയുന്നതാണ്, എല്ലാ സമുദായവുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെയായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പുരണ്ടാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ പൊതുവെ എല്ലാവരും അംഗീകരിച്ചതാണ്. കാരണം ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിലേക്ക് അതിലേക്ക് തീ ഒഴിക്കാതെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ തന്നെ അക്രമങ്ങൾ നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെ സമാധാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. അതുപോലെ ഈ പ്രതികളായവർക്ക് ഇവിടെ സർവകക്ഷി സമാധാന യോഗത്തിൽ മുസ്ലിം ലീഗിൽ മാത്രമാണ് പ്രതികളെ പേരെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്.
മറ്റു മുഖ്യ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടെങ്കിലും ഒരാൾ പോലും അക്രമത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെയോ പേര് പോലും പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. സർവകക്ഷി സമാധാന യോഗത്തിൽ ധൈര്യത്തോടുകൂടി മുസ്ലിം ലീഗ് പ്രതിനിധികളാണ് അവിടെ ആ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ബിജുറായി അടക്കമുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ ബിജുറായിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അക്രമം എവിടെ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രശംസ, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപ്പളയിൽ ഒരു ആക്രമണം ഉണ്ടായി. ഉപ്പളയിലെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെ സജീവമായി എല്ലാ ആക്രമണത്തിനും നേതൃത്വം കൊടുക്കുകയും ഉപ്പളയിലെ പരിസര പ്രദേശങ്ങളിലെ പള്ളിയിലേക്കും മതത്തിന്റെ പേര് നോക്കി മത സ്ഥാപനങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ആക്രമിച്ച സമയത്ത് പോലും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വസ്ത്രം പിടിച്ചു വലിച്ചപ്പോൾ പോലും പോലീസുകാർ വേണ്ടിയ നടപടി ആ സമയത്ത് സ്വീകരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ സമയം കാസർഗോഡ് ഹിന്ദു സമാജ പരിപാടി നടന്ന സമയത്തും ഉളിയത്തടക്ക പോലുള്ള പ്രദേശത്ത് ഒരു ബസ്സിന് കല്ലേറുണ്ടായ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എസ്പിയുടെ കൂടെ അക്രമം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിലായതാണ്. അവിടെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എവിടെയൊക്കെയോ സാന്നിധ്യം ഉണ്ടാകുന്നു, അവിടെയൊക്കെ അക്രമം കാണുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ബിജുറായിയുടെ മുൻകാല ഹിസ്റ്ററിയൊക്കെ ചരിത്രമൊക്കെ എടുത്തുകൊണ്ട് പോലീസ് ഇവിടെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വരും നാളുകളിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്രമത്തിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. പോലീസ് അധികാരികൾ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ AKയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനവും യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനം അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയാണ്.